പിന്നെ ടച്ച് സ്ക്രീൻ ഉൾപ്പെടെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇത്രയാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. ഈ ഒരു ഫംഗ്ഷനെല്ലാം ഉള്ള ഒരു ക്യാമറ നമുക്ക് നാട്ടിൽ മേടിക്കണമെങ്കിൽ ഏതാവുന്ന ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ എനിക്ക് മനസ്സിലാവും. നമ്മുടെ ക്യാമറ നല്ല സെറ്റപ്പായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സാധനം കൊള്ളാൻ, കണ്ടിട്ട് ക്വാളിറ്റിയൊക്കെ തോന്നുന്നുണ്ട്. എനിക്ക് നല്ല ക്വാളിറ്റി തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഫുൾ സെറ്റപ്പ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. നോട്ടിരിക്കട്ടെ, ഇത് നമ്മുടെ മൈക്കാണ്. നമുക്ക് മൈക്ക് കണക്ട് ചെയ്യാം. ഇത് കൂടാതെ ഇതിനകത്ത് ബ്ലൂടൂത്ത് മൈക്ക് കൂടെ ഉണ്ട്. അതാണ് ഇതിൻ്റെ വേറെ പ്രത്യേകത. ഇത് ബാറ്ററിയാണ്. ബാറ്ററി വിത്ത് ചാർജർ. ഇതിൽ ചാർജ് ചെയ്യാം നമുക്ക്. ഇത് ബാറ്ററി എല്ലാം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ മെയിനായിട്ട് ഞാൻ ഇത് കണ്ടിട്ടാണ് ഈ സാധനം ഓർഡർ ചെയ്തത്. അതായത് ബ്ലൂടൂത്ത് മൈക്കാണ്. നമുക്കിപ്പം വ്ലോഗ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ആവശ്യം വരുന്ന സാധനമാണ് ബ്ലൂടൂത്ത് മൈക്ക്. ഇതൊന്നും നമ്മുടെ നാട്ടിൽ ഞാൻ നോക്കിയിട്ട് ഇങ്ങനെ ഫംഗ്ഷനുള്ള നമ്മുടെ ക്യാമറ കാണുന്നത്, ആക്ഷൻ ക്യാമറ. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് കടക്കുകയാണ്. ഇന്ന് വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം നമുക്ക് അറിയാലോ, ഞാൻ കുറെ നാളുകൊണ്ടേ നോക്കി നടക്കാണ് ഒരു ആക്ഷൻ ക്യാമറ. കാരണം നമ്മുടെ വീഡിയോയ്ക്കൊക്കെ വളരെ ക്വാളിറ്റിയും കാര്യങ്ങളും വീഡിയോ എടുക്കുന്നതിനും ഫുള്ള് ബുദ്ധിമുട്ടായിരുന്നു മൊബൈലിൽ. ഞാൻ എത്രയും നാൾ മൊബൈലിലാണ് എടുത്തോണ്ടിരുന്നത്. അപ്പൊ നമ്മുടെ ബഡ്ജറ്റിന് ഒന്നും ഒത്തുവരാത്തത് കാരണം എനിക്ക് ഇതുവരെ മേടിക്കാൻ പറ്റിയില്ല. ഇപ്പൊ ബഡ്ജറ്റിന് ഒരു സാധനം കിട്ടി, അങ്ങനെ എന്തായാലും ഞാൻ മേടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ. 5K അൾട്രാ HD ആണ്. 5Kയുടെ സാധനമാണ്. 170 ഡിഗ്രി വൈഡ് ആംഗിൾ ഉണ്ട്. പിന്നെ 2 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഉണ്ട്. വൈഫൈ ഉണ്ട്. വാട്ടർ പ്രൂഫാണ്. പിന്നെ ഉള്ളത് LCD ഡിസ്പ്ലേ. 2 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. വീഡിയോ റെസൊല്യൂഷൻ 5K വരെ ഉണ്ട്. 4K 5K എല്ലാം ഉണ്ട്. പിന്നെ ഫോൺ റെസൊല്യൂഷൻ 5M ആണ്. 8M 12M. വൈഫൈ സപ്പോർട്ടാണ്. ലാംഗ്വേജ് ചൈനീസ്, ഇംഗ്ലീഷ്, സ്പാനിഷ് കുറേ ലാംഗ്വേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ലോ മോഷൻ സപ്പോർട്ടാണ്. ടൈം ലാപ്സ് ഉണ്ട്. പവർ സേവിങ് മോഡ്. പിന്നെ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അതായത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കൈ ഷേക്ക് ആയാലും വലിയ ഇത് എഫക്റ്റ് നമുക്ക് വീഡിയോയിൽ കാണത്തില്ല. ബാറ്ററി 3.7 വോൾട്ടാണ്. 900 mAh ആണ്. വാട്ടർ പ്രൂഫാണ്. 30 മീറ്റർ വരെ നമുക്ക് വെള്ളത്തിൽ ഉപയോഗിക്കാനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ടച്ച് സ്ക്രീൻ ഉൾപ്പെടെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇത്രയാണ് ഇതിൻ്റെ ഫംഗ്ഷൻ എല്ലാം ഉള്ള ഒരു ക്യാമറ. നമുക്ക് നാട്ടിൽ മേടിക്കണമെങ്കിൽ ഏതാവുന്ന ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ എനിക്ക് മനസ്സിലാവും. എൻ്റെ അറിവിൽ ഏറ്റവും ചുരുങ്ങിയത് 20 രൂപ ആവുമെന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. അത് ഞാൻ കണ്ടില്ല. എന്തായാലും നമ്മുടെ ആദ്യത്തെ സാധനം നമുക്ക് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ക്യാമറ നല്ല സെറ്റപ്പായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സാധനം കൊള്ളാൻ, കണ്ടിട്ട് ക്വാളിറ്റിയൊക്കെ തോന്നുന്നുണ്ട്. എനിക്ക് നല്ല ക്വാളിറ്റി തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഫുൾ സെറ്റപ്പ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. നോട്ടിരിക്കട്ടെ, ഇത് നമ്മുടെ മൈക്കാണ്. നമുക്ക് മൈക്ക് കണക്ട് ചെയ്യാം. ഇത് കൂടാതെ ഇതിനകത്ത് ബ്ലൂടൂത്ത് മൈക്ക് കൂടെ ഉണ്ട്. അതാണ് ഇതിൻ്റെ വേറെ പ്രത്യേകത. ഇത് ബാറ്ററിയാണ്. ബാറ്ററി വിത്ത് ചാർജർ. ഇതിൽ ചാർജ് ചെയ്യാം നമുക്ക്. ഇത് ബാറ്ററി എല്ലാം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ മെയിനായിട്ട് ഞാൻ ഇത് കണ്ടിട്ടാണ് ഈ സാധനം ഓർഡർ ചെയ്തത്. അതായത് ബ്ലൂടൂത്ത് മൈക്കാണ്. നമുക്കിപ്പം വ്ലോഗ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ആവശ്യം വരുന്നൊരു സാധനമാണ് ബ്ലൂടൂത്ത് മൈക്ക്. ഇതൊന്നും നമ്മുടെ നാട്ടിൽ ഞാൻ നോക്കിയിട്ട് ഇങ്ങനെ ഫംഗ്ഷനുള്ള നമ്മുടെ ക്യാമറ കാണുന്ന, ആക്ഷൻ ക്യാമറ കാണുന്നേ ഇല്ല. ഇതതിൻ്റെ സ്റ്റാൻഡ്. ഇത് സ്റ്റാൻഡിൻ്റെ ഐറ്റംസ്. ഇത് ചാർജറിൻ്റെ കേബിൾ. ഇത് അതിൻ്റെ സ്റ്റാൻഡിൻ്റെ ഐറ്റംസ്. ഇതിൻ്റെ ഹോൾഡർ. പിന്നെ ഇത് നമുക്ക് ഇത് തന്നെ ഹോൾഡർ തന്നെ നമുക്ക് അതിൻ്റെ സെറ്റ് ചെയ്യാനുള്ള ഐറ്റംസാണ്. പിന്നെ ഇത് അതിൻ്റെ സ്റ്റാൻഡിൽ ഉറപ്പിക്കുന്ന സാധനങ്ങൾ, അതിൻ്റെ കേബിള്. പിന്നെ ഇത് മാനുവൽ കാർഡ്. അപ്പോൾ ഇത്തരം ഐറ്റംസാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മെയിൻ സാധനം ഇത് തന്നെ. ക്വാളിറ്റി സാധനം കേട്ടോ. ഞാൻ എന്തായാലും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് ഇതിൻ്റെ കൂടെ എനിക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് 6000 രൂപ റേഞ്ചിൽ ഇങ്ങനത്തെ സാധനം കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഏതാണ്ട് നമുക്ക് മൈക്ക്, ഇത് നമുക്ക് വയർ കണക്ട് ചെയ്തിട്ട് എക്സ്റ്റേണൽ മൈക്കായിട്ട് ഉപയോഗിക്കുക. ഇതിനകത്ത് ഇൻബിൽറ്റ് ഒരു മൈക്ക് കൂടെ ഉണ്ട്. അത് കൂടാതെയാണ് ഇത് നമുക്ക് ഇതാണ് ഓപ്ഷനിലാണ്. ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തതാണ്. പിന്നെ അതിൻ്റെ കൂടെ ഏതാണ്ട് ബാറ്ററി, 2 ബാറ്ററി. ഒരെണ്ണം ഇതിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഓൾറെഡി ഒരു ബാറ്ററി ഇട്ടിട്ടുണ്ട്. അത് കൂടാതെ ഞാൻ എക്സ്ട്രാ ഒരെണ്ണം കൂടെ ഉണ്ട് ഇതിൻ്റെ കൂടെ. ഇത് 1050 mAh ആണ്. പിന്നെ അതിൻ്റെ ചാർജറിൻ്റെ കേബിള്. പിന്നെ ഇത് ചാർജർ. ഈ ചാർജർ നമുക്ക് എക്സ്ട്രാ ഞാൻ ആഡ് ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ആഡ് ചെയ്തില്ലെങ്കിൽ ഇത് എൻ്റെ കേബിളും ടാഗും ഒക്കെയാണ്. ഇത് ആഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇച്ചിരി കൂടെ റേറ്റ് വീണ്ടും. നമുക്ക് ഈ ബ്ലൂടൂത്ത് മൈക്കുണ്ട്. ഇത് ഞാൻ ബ്ലൂടൂത്ത് മൈക്ക് ഇൻബിൽട്ടായിട്ട് വരുന്ന, ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഞാൻ കുറേ നോക്കി അവസാനമാണ് എനിക്ക് ഈ ഒരു ടൈപ്പ് സാധനം കിട്ടിയത്. ഈ ഒരു ഡിവൈസിനകത്തേ ഉള്ളൂ ഈ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇത്ര റേറ്റ് കുറഞ്ഞ്. വേറെ ഒന്നും ഞാൻ നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. അവസാനം ഞാൻ ഇത് മേടിച്ചതാണ്. അങ്ങനെ
അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ ഇത്രയേ ഉള്ളൂ സംഭവം. ഇപ്പോൾ നമ്മുടെ വാട്ടർ പ്രൂഫ് കേസിനകത്ത് കാണുമ്പോൾ ഇച്ചിരി വലിപ്പം തോന്നിക്കുന്നുണ്ട്. നമ്മളിത് ഊരി കഴിയുമ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഫ്രണ്ടിൽ ഒരു സ്ക്രീനുണ്ട്, ഏകദേശം 1 ഇഞ്ച് വലിപ്പമുണ്ട്. ഫ്രണ്ടിൽ ബാക്കിൽ നമുക്ക് 2 ഇഞ്ച് ഉള്ള ഒരു ടൈപ്പ് ടച്ചാണ്. നമുക്ക് എന്തായാലും ഓൺ ആക്കാം. അപ്പോൾ ഇത്രയേ ഉള്ള സംഭവം. ഇതിനകത്ത് ചെറിയ ഇൻബിൽറ്റ് സ്പീക്കറുണ്ട് കേട്ടോ. സ്പീക്കറുണ്ട്, ചാർജറിൻ്റെ പോർട്ട്, മൈക്ക്, പിന്നെ ഇവിടെയാണ് നമ്മുടെ ബാറ്ററി ഇടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ. നമുക്കിതിനകത്ത് ESA ഉണ്ട്, അതായത് നമ്മുടെ ഷേക്ക് നമ്മുടെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഓവറായിട്ട് ഷേക്ക് ആയാലും വലിയ എഫക്റ്റ് നമുക്ക് അനുഭവപ്പെടാത്ത രീതിയിലുള്ള ESA എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഉണ്ട്. എന്തായാലും ഞാൻ അത്യാവശ്യം വീഡിയോ ഒക്കെ എടുത്ത് നോക്കി, നല്ല ക്വാളിറ്റിയും കാര്യങ്ങളുണ്ട്. 5K ഒക്കെ ഉണ്ട്. പക്ഷേ 5K റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ ഫോണിലോട്ട് അപ്ലോഡ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. എൻ്റെ ഫോൺ 4K ആണ്, അപ്പോൾ 5K സപ്പോർട്ട് ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. അപ്പോൾ 5K എന്തായാലും വർക്കിംഗ് ആണെന്ന് മനസ്സിലായി. അതുകൊണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇത്രയുള്ള സാധനം. ഇനി നമ്മുടെ വീഡിയോസൊക്കെ ഈ ക്യാമറയിലായിരിക്കും ഇനി നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോസ് ഇതിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ടച്ചാണ്, നമുക്ക് ഇതേപോലെ ടച്ച് ഉപയോഗിക്കാം. ഇത് ഞാൻ വണ്ടി പോയപ്പോൾ ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആണ്. എത്രയും ക്ലാരിറ്റിയൊക്കെ ഉണ്ട്. ഞാൻ ഇത് വാങ്ങിച്ചിരിക്കുന്നത് അലി എക്സ്പ്രസ് എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത് കേട്ടോ. അലി എക്സ്പ്രസ് എന്ന് പറഞ്ഞ സൈറ്റ് നമ്മുടെ ഇന്ത്യയിൽ ബാൻ ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയിൽ അതുകൊണ്ട് നമുക്ക് കിട്ടത്തില്ല. ഒരു സാധനം നമുക്ക് അലി എക്സ്പ്രസ്സിൽ നിന്ന് മേടിക്കാൻ പറ്റത്തില്ല. നമുക്ക് റേറ്റും കാര്യങ്ങളൊക്കെ നോക്കാം, പക്ഷേ ഡെലിവറി ഓപ്ഷൻ ഇന്ത്യയിൽ കാണത്തില്ല. അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗൾഫിലുള്ളവരടുത്ത് ഓർഡർ ചെയ്ത് നമ്മൾ വരുത്തിക്കണം, അങ്ങനെ നടക്കത്തുള്ളൂ. ഞാനിപ്പോൾ സൗദിയിലായതുകൊണ്ടാണ് എനിക്കിത് മേടിക്കാൻ പറ്റിയത്. ഞാൻ ഇന്ത്യയിലുള്ള സമയത്ത് നമ്മുടെ മോദി എണ്ണം ഭരണത്തിൽ കയറുന്നതിന് മുമ്പൊക്കെ ഞാൻ ഇഷ്ടം പോലെ സാധനങ്ങൾ 15 രൂപ, നാട്ടിൽ നമ്മുടെ 15 രൂപയുടെ സാധനം വരെ ഞാൻ ഫ്രീ ഡെലിവറിയിൽ നമ്മുടെ ഇന്ത്യയിൽ ഞാൻ വരുത്തിച്ചിട്ടുണ്ട്, സാധനം മേടിച്ചിട്ടുണ്ട്. കുറച്ച് സമയം എടുക്കും, ചിലപ്പോൾ ഏകദേശം 1 മാസമൊക്കെ എടുക്കും, ചിലപ്പോൾ 1-2 മാസമൊക്കെ എടുത്തുന്നിരിക്കും. ഡിലേ ആയിട്ടേ വരും, ചിലപ്പം പെട്ടെന്ന് കിട്ടുന്നത് കൊണ്ട് അങ്ങനൊരു സംഭവമുണ്ട്. പക്ഷേ സാധനം നമ്മളെ കിട്ടുമെന്നുള്ള ഉറപ്പായിരുന്നു. സാധനം കിട്ടിയില്ലെങ്കിൽ നമുക്ക് അഥവാ അവർ പറയുന്ന ദിവസത്തിനുള്ളിൽ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് റിട്ടേൺ ക്യാഷ് അവർ തരുമായിരുന്നു. എനിക്ക് അങ്ങനെയും കിട്ടിയിട്ടുണ്ട്. ഒരിക്കൽ സാധനം വന്ന് പിന്നെ പൈസയും തിരിച്ച് റിട്ടേൺ കയറിയിട്ടുണ്ട്, ഡിലേ ആയതുകൊണ്ട്. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് നല്ലൊരു ഞാൻ ട്രസ്റ്റഡ് ആയൊരു സൈറ്റായിരുന്നു ഈ അലി എക്സ്പ്രസ് എന്ന് പറഞ്ഞത്. നല്ല റേറ്റ് കുറവിന് നമുക്ക് ആ സൈറ്റിൽ നിന്ന് ഇഷ്ടംപോലെ സാധനങ്ങൾ, നമുക്ക് പല ഐറ്റംസ്, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസ്, ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. നിങ്ങൾ ഇപ്പോൾ നമുക്ക് ആപ്പ് ബാൻ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ നമ്മുടെ കുത്തക മുതലാളിമാരെ നന്നാക്കാൻ വേണ്ടി ചെയ്തതാണെന്നാണ് എൻ്റെ അറിവ്. അതുകൊണ്ട് നമുക്കിപ്പം അലി എക്സ്പ്രസ് സൈറ്റിൽ നിന്ന് ഒരു സാധനം നമ്മുടെ ഇന്ത്യയിൽ ഡെലിവറി ഇല്ല. വേറെ ഏതെങ്കിലും നാട്ടിലുള്ളവരടുത്ത് നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നോക്കിയിട്ട് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല സാധനങ്ങൾ ഇതേപോലെ നമുക്ക് മേടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അതേ ഉള്ള വഴി, വേറൊരു വഴിയില്ല. അപ്പോൾ ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ.